ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ജോൺ ബ്രദറാണ്. പ്രത്യേകിച്ച് തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് ഈ മാർച്ച് 30 മുമ്പേ തനിക്ക് സാമ്പത്തികമായ വലിയ വിടുതലുകൾ സംഭവിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, മാർച്ച് 20 മുമ്പേ തൻ്റെ സാമ്പത്തികത്തിനകത്തൊരു അത്ഭുതം സംഭവിക്കും. തനിക്ക് ലഭിക്കാനുള്ള പൈസകൾ ലഭിക്കേണ്ടതിനായി, തൻ്റെ ബിസിനസ്സിന് ആവശ്യമുള്ള സാമ്പത്തികം വെളിപ്പെടേണ്ടതിനായി പ്രത്യേകമായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും വലിയ സമാധാനവും സന്തോഷവും വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഈ മകനൊന്ന് ബലപ്പെടട്ടെ, ഈ മകനൊന്ന് ദൈവപ്രവൃത്തിയിലേക്ക് നടക്കട്ടെ. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണുകളൊന്ന് അടച്ച് പൂർണ്ണ ഹൃദയത്തോടൊന്ന് പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി, വലിയ ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൻ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് പോകുന്നത്. ദൈവം കടക്കാനല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ജോൺ ബ്രദറായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാർച്ച് മാസം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനായിട്ട് ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാർച്ച് 20 മുമ്പേ തനിക്കൊരു അത്ഭുതം സംഭവിച്ചെന്ന് പറയുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറയാൻ, കർത്താവേ 23 മുമ്പേ തൻ്റെ സാമ്പത്തിക വിടുതൽ നടന്നെന്ന് പറയുവാൻ, കർത്താവേ അത്ഭുതം ചെയ്യണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. അപ്പ കർത്താവിൻ്റെ കരം ചലിച്ചനായി മമ്മി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നപ്പ. എൻ്റെ ദൈവം കടക്കാരനല്ല, തൻ്റെ ബിസിനസ്സിൻ്റെ വഴികൾ വലുതായി തുറക്കുന്നതിനായി മമ്മി, ദൈവത്തിലെ കരം വെളിപ്പെട്ടതിനായി മമ്മി, തനിക്ക് ലഭിക്കാനുള്ള എല്ലാ സാമ്പത്തികവും ലഭിക്കേണ്ടതിനായി എൻ്റെ യേശു തന്നെ അത്ഭുതകരമായി സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നടത്തുന്നതിനായി മമ്മി, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ തങ്കച്ചിറകിൽ അങ്ങ് സൂക്ഷിക്കുന്നതിനായി മമ്മി, കർത്താവെ അധികം വർദ്ധിപ്പിക്കണമേ, അധികം നടത്തണമേ, അധികം അത്ഭുതത്തിലേക്ക് നടത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുന്നു. 107 സങ്കീർത്തനം 20 വാക്യം പറയുമ്പോൾ ഈ വചനം അയക്കപ്പെടുന്നതാണ്. ഈ വചനം അയക്കപ്പെടുന്നത് ഞാനും നിങ്ങളും ഒരേപോലെ സ്വീകരിക്കുമെങ്കിൽ ഈ അയക്കപ്പെട്ട വചനം അതിൻ്റെ കാര്യം തികച്ചിട്ട് മാത്രമേ, അതിൻ്റെ ഇഷ്ടം സാധിപ്പിച്ചിട്ട് മാത്രമേ തിരിച്ചു മടങ്ങിപ്പോകത്തോളം. ഏശയ്യാവ് 55:11 വാക്യം പറയുമ്പോൾ വിശ്വസിക്കുക, അയക്കപ്പെടുന്ന വചനത്തിനകത്ത് സൗഖ്യമുണ്ട്, അയക്കപ്പെടുന്ന വചനത്തിനകത്ത് നിറവുകളുണ്ട്. പത്രോസിൻ്റെ പടകിനെ നിറച്ച അയക്കപ്പെടുന്ന വചനത്തിനകത്ത് അത്ഭുതമുണ്ട്. കനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അയക്കപ്പെടുന്ന വചനം ഭൂമിയുടെ അവസ്ഥയെ മാറ്റിമറിക്കുന്ന പോലെ. ഉൽപ്പത്തി പുസ്തകം 1 വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2 വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനും ഇരുളുമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, എന്നാൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. ഇതാ പിതാവായ ദൈവം അധരം തുറന്നുകൊണ്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഇതാ അയക്കപ്പെടുന്ന ശബ്ദം, ഇതാ വെളിച്ചത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി അയക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിനകത്ത് ഒരുമിച്ചൊന്ന് ഏകാഗ്ര ഹൃദയത്തോടെ, ഹല്ലേലൂയ, ഈ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും വചനത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്താൽ, യോഹന്നാന്റെ സുവിശേഷം 15 വാക്യം പറയുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, ഞാനത് ചെയ്തു തരും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്ത് വസിക്കാൻ തുടങ്ങിയാൽ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഒന്നുകൂടെ യേശു കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ വചന കേൾവിയിൽ ചില ജീവിതങ്ങളിൽ അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, കർത്താവേ ഈ വചന കേൾവി ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ കൊണ്ടുവരണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1 വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറ, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തി ഇതാ നിനക്ക് വേണ്ടി അസാധാരണമായ തലങ്ങളെ തുറന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ
ശതാധിപൻ പറയുകയാണ്, അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. അസാധാരണമായ വേഗതയിൽ ഇത് ചലിക്കും. അസാധാരണ വിടുതലും വഴിയുമായി അത് തുറക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് വെളിച്ചമാണെന്നാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ബൈബിൾ അതിവേഗം ഓടുന്ന അവൻ്റെ വചനം എന്ന് പറയുന്നുണ്ടെങ്കിൽ വെളിച്ചത്തെക്കാൾ വേഗത്തിൽ നിങ്ങൾ എവിടെ നിന്നാണോ യേശുവിൻ്റെ വചനം സ്വീകരിക്കുന്നത് ആ വചനം അയച്ചു പ്രാർത്ഥിക്കുമെങ്കിൽ ആ വചനം നിനക്ക് ചെല്ലാൻ പറ്റാത്തടത്ത് അത്ഭുതകരമായ നിവർത്തീകരണത്തിലേക്ക് വരാൻ പോവുകയാണ്. കാരണം ഇരമ്യാവ് 1:12 പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊടുക്കും. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ആഴത്തിനകത്തൊന്ന് ബലത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനത്തിൻ്റെ ശക്തി ആരേക്കോ അസാധാരണമായ വിടുതലുകളിലേക്ക് കൊണ്ടുവരികയാണ്, അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് കർത്താവെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ സൗഖ്യമാകുകയും ചിലവരെ ജീവിതത്തിനകത്ത് അടഞ്ഞ വാതിലുകൾ തുറക്കുകയും ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും. ഈ വചന സന്ദേശം അനേകരെ തൊടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ വചന സന്ദേശത്തിൻ്റെ പ്രത്യേകത നാം ദൈവത്തെ ആശ്രയിക്കുകയാണ്. നാം ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഈ മരുഭൂ യാത്രയിൽ അവൻ നമ്മെ പുലർത്തുവാൻ ശക്തനാണ്. ഇസ്രായേൽ മക്കളെ 40 വർഷം ഒന്നിനും കുറവില്ലാതെ മരുഭൂമിയിൽ നടത്തിയെങ്കിൽ അല്ലെങ്കിൽ അവരെ വസ്ത്രം പഴകിയില്ല, അവരെ ചെരുപ്പ് തേഞ്ഞില്ല, ഹല്ലേലൂയ, അവർക്ക് ആഹാരത്തിന് മുട്ടുണ്ടായില്ല. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ വഴി ഇതാ ഈ വചനത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്നത്തെ ഈ വചനചിന്ത നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ 3 തലങ്ങളാണെന്ന് തൊടുന്നത്. മനുഷ്യന്റെ സമയത്തിന് അവന് തെറ്റുപറ്റാം. ഇതാ മനുഷ്യന്റെ കണക്കൂട്ടലുകൾ അവന് തെറ്റാം. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, മനുഷ്യന്റെ വഴി അവന് തെറ്റുപറ്റാം. 2, മനുഷ്യൻ ആഗ്രഹിച്ച സമയത്തിൽ അത് നടക്കാതെ വരാം. ഇതാ 3, മനുഷ്യന്റെ കണക്കൂട്ടലുകൾക്ക് അവന് തെറ്റ് സംഭവിക്കാം. എന്നെ കേൾക്കുന്നവരെ, ഈ 3 ആഴമേറിയ പദങ്ങൾ ഞാൻ നിങ്ങളോട് ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വഴി കൃത്യമാണ്, എൻ്റെ ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്, എൻ്റെ ദൈവത്തിൻ്റെ കണക്കൂട്ടലുകൾ കൃത്യമാണ്. ഈ 3 ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ ആശ്രയിക്കണം? മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സദൃശവാക്യം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ട് ചിന്തിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. 5-ാമത്തെ വാക്യം വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. 6-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. എന്നെ കേൾക്കുന്നവരെ, കർത്താവിലൊന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരെ, നാം തിരഞ്ഞെടുത്ത പല വഴികളും അടഞ്ഞതുപോലെയും നമ്മുടെ ഹല്ലേലൂയ മുഴുവൻ സമയം നഷ്ടമായതുപോലെയും ഒന്നും നടക്കാതെ പോലെയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മുടെ വഴിയേക്കാൾ, നമ്മുടെ സമയത്തേക്കാൾ, നമ്മുടെ കണക്കൂട്ടലിനേക്കാൾ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ട് വരാൻ പോകുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളും ദൈവത്തെ ആശ്രയിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ നടത്താൻ ശക്തനാണ് പ്രിയരെ. ദൈവ സാന്നിധ്യം നമ്മൾ നടത്താൻ ശക്തനാണ്. എന്നെ കേൾക്കുന്നവരെ, ആരൊക്കെയോ ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ പാത നേരെയാക്കാൻ കഴിയും? 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. ഈ ദൈവവചനത്തിൽ ഒന്ന് ആശ്രയിക്കുമെങ്കിൽ ഈ ദൈവവചനം നിന്റെ പാതയെ നേരെയാക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുന്ന പദത്തെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തു, എൻ്റെ നാമത്തെ നിഷേധിച്ചതില്ല. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവവചനത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ പ്രത്യേകത, അവൻ്റെ വഴി ടോർച്ചടിക്കുന്നത് പോലെ ഇപ്പോൾ ദൈവം തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ ആശ്രയിച്ച് ഇതാ ദൈവ സാന്നിധ്യം. നമ്മൾ വചനത്തോട് അടുക്കുമ്പോൾ നാം ദൈവത്തോട് അടുക്കുകയാണ്. യെശയ്യാവ് 45-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ, യഹോവ തൻ്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കതകുകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ വചനത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇതാ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. മോശയോട് പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ വചനത്തിൻ്റെ ശക്തി നിന്റെ വെളിയിൽ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരാൻ പോവുകയാണ്. ആ സാന്നിധ്യം ഇതാ നിന്റെ കൂടെ നടക്കാൻ പോവുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരി താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, നീ എൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ. ഈ വചന സന്ദേശത്തിനകത്ത് ആരെങ്കിലും ദൈവത്തോട് അടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്നെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ അടഞ്ഞ വഴികൾ തുറക്കാൻ പോവുകയാണ്. നിന്റെ വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും നിന്റെ കതകുകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ നിന്റെ വല കൈ പിടിച്ചിരിക്കുകയാണ്. ഒന്ന് വിശ്വാസത്തിൽ കാണാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ കണ്ടുകൊണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ്. അടുത്ത പദം പറയുന്നു, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര കഥകളെ തകർത്തിരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും ചെയ്യും. ഈ വചനത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് പറയാണ്, നിനക്ക് മുമ്പായി എൻ്റെ യേശു നടക്കാൻ പോവുകയാണ്. നിന്നെ ഇന്നു മുതൽ ശത്രുവിന് കാണാൻ പറ്റാത്ത രീതിയിൽ നിന്റെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആശയത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, മനുഷ്യന് വഴിതെറ്റാം, ദൈവത്തിന് വഴി തെറ്റത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോശയോട് ചേർന്നുകൊണ്ട്, ഹല്ലേലൂയ, മോശ 40 വർഷം അമ്മായിയപ്പൻ്റെ ആടുകളുമായി മരുഭൂമി മുഴുവൻ അറിയാവുന്നവനാണ്. പക്ഷേ ദൈവത്തോട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുകയാണ്. നമുക്ക് ആ വാക്യത്തിനകത്തോട്ട് വരാം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഇതാ ദൈവകൃപയാൽ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ പോകേണ്ട വഴിയെ, നിന്റെ വഴിയെ എന്നെ അറിയിക്കണമേ. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും തിരഞ്ഞെടുത്ത വഴി പലതും അടഞ്ഞു നിൽക്കുമ്പോൾ, ഇനി മുമ്പിൽ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിച്ചാലുള്ള പ്രത്യേകത, ചെങ്കടലിന് മുമ്പിലേക്ക് ഇസ്രായേൽ മക്കൾ വരികയാണ്. ഇതാ മുമ്പിൽ ഇനി അവർക്കൊരു വഴിയില്ല. അവർ തല ഉയർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും കൂട്ടരും ഇതാ പുറകിൽ വന്ന് നിൽക്കുകയാണ്. സൈഡിൽ വലിയ മലയാണ്, മുമ്പിൽ ഒരു വഴിയില്ല, സൈഡിൽ ഒരു വഴിയില്ല, പിറകിലും ഒരു വഴിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ദൈവത്തെ ആശ്രയിക്കുന്ന ജനത്തോട് മോശ പറയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ല. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒറ്റ രാത്രി കൊണ്ടൊരു മഹാശക്തിയുള്ളൊരു കിഴക്കൻ കാറ്റുകൊണ്ട് ഇതാ എൻ്റെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഭൂപടത്തിലില്ലാത്തൊരു വഴി തുറന്നു കൊടുക്കുകയാണ്. ദൈവത്തെ എന്തിനു വേണ്ടി ആശ്രയിക്കണമെന്ന് ചോദിച്ചാൽ, നിനക്കും എനിക്കും ചെയ്യാൻ പറ്റാത്തതിന് എൻ്റെ ദൈവം ചെയ്യുകയാണ്. എത്ര അടഞ്ഞ വഴിയും തുറക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ നിനക്ക് മുമ്പിൽ വെളിപ്പെടുന്നു. ഇന്ന് ആർക്കും തുറക്കാൻ പറ്റാത്ത ഒരു വഴി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നു. കാരണം പുതിയ നിയമത്തിൽ എൻ്റെ യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ തന്നെ ആ വഴിയും സത്യവും ജീവനും എന്നാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് നിനക്ക് മുമ്പിൽ വഴിയായി വെളിപ്പെടാൻ പോവുകയാണ്. അസാധാരണ വാതിൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 1-2 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സങ്കീർത്തനം 32-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എന്നെ കേൾക്കുന്നവരെ, ഞാനും നിങ്ങളും എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇതാ നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന, നമ്മെ ഉപദേശിച്ച് വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ കരവിത നിങ്ങളുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ സഹായത്താൽ ഇന്ന് ചിലവർക്ക് അത്ഭുത വഴികൾ തുറക്കാൻ പോവുകയാണ്. അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ആത്മാവിൽ ഇത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. വലിയൊരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ആഴം മനസ്സിലാകണ്ടേ. സങ്കീർത്തനം 18-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, കർത്താവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തി കൊണ്ട് അരമുറുക്കുകയും നമ്മുടെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കുക. ഏതൊക്കെയോ മേഖലയിൽ വഴി തടയപ്പെട്ടു പോയാൽ ഇനി മുമ്പോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോൾ നിന്റെയും എൻ്റെയും കുറവ് തീർക്കുന്ന വലിയവനായ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടെ ആഴം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ച്, ഈ ദൈവം നമ്മെ ജീവപര്യന്തം നടത്താൻ ശക്തനാണ്. സങ്കീർത്തനം 48-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൈവത്തിന് വലിയ പ്രോമിസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും പറയാൻ പറ്റാത്ത വലിയ പ്രോമിസാണ് എൻ്റെ ദൈവം എന്നോടും നിങ്ങളോടും പറയുന്നത്. ആശ്രയിക്കാമെങ്കിൽ, ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ
വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല, ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഇന്നു മുതൽ ഈ വചനത്തിൽ നേൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു അനുഗ്രഹത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ മാറയിൽ നിന്ന് കയറി ഏലീമിലേക്ക് ചെല്ലുന്നത് പോലെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണ പ്രോമിസ് വേർഡ് വെളിപ്പെട്ട് വരികയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു അത്ഭുതമായി നിങ്ങൾ തീരാൻ പോവുകയാണ്. യേശയ്യാവ് 58 അധ്യായം അതിൻ്റെ 11 വാക്യം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറ പോലെയും ആയിരിക്കും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ വചനത്തെ സ്വീകരിച്ചോ. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാത്ത അനുഗ്രഹത്തെ ചുമക്കുന്ന ചിലവർ ഇപ്പോൾ ഈ വചനത്തിൽ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. എത്ര പേർ അത്ഭുതത്തോടെ ഈ വചനത്തെ സ്വീകരിക്കും? കാരണം എൻ്റെ ദൈവം എന്നെ ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാണ്. അപ്പോൾ നമുക്ക് വഴികൾ തെറ്റാം, നമ്മുടെ ദൈവത്തിന് വഴി കൃത്യമാണ്. എങ്കിൽ രണ്ടാമത്തെ ഒരു ചിന്തയിലേക്ക് വരികയാണ്. നാം ചിന്തിച്ച സമയം തെറ്റാം, ദൈവത്തിൻ്റെ സമയം കൃത്യസമയമാണ്, തക്ക സമയമാണ്. എന്നെ കേൾക്കുന്ന ഒരു ദൈവശബ്ദത്തിനകത്ത് എത്ര പേർ ഉറച്ചു വിശ്വസിക്കും? രണ്ടാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നാം ചിന്തിക്കുന്ന സമയം തെറ്റാം, എൻ്റെ ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്, സമയം തെറ്റത്തില്ല, അത് തക്ക സമയമാണ്. കാരണം പത്രോസ് അപ്പോസ്തലനോട് ചോദിച്ചാൽ ഒരു രാത്രി മുഴുവൻ അവൻ്റെ സമയത്തിൽ അവൻ്റെ കണക്കൂട്ടിൽ അവൻ അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മീനും കിട്ടിയില്ല. അതിരാവിലെ ആ പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് അവൻ്റെ പടകിനെ ചോദിച്ചുകൊണ്ട് ആ പടകിൽ കയറിയിട്ട് പറഞ്ഞു, വലത് ഭാഗത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ ആ പടക് നിറഞ്ഞു. അടുത്ത പടകുകളും നിറയ്ക്കാൻ തക്കവണ്ണം ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിന് സമയം തെറ്റത്തില്ല, ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് 1 പത്രോസ് 5 അധ്യായം അതിൻ്റെ 6 വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃത്യസമയത്തിലേക്ക്. നമ്മുടെ സമയമെല്ലാം തെറ്റാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ നിങ്ങൾ നോക്കണേ. ഇതാ മോറിയ മലയിൽ അബ്രഹാം മകനുമായി യാഗത്തിന് പോവുകയാണ്. ദൈവം അയച്ച സ്ഥലത്തേക്കാണ് ഇതാ അബ്രഹാം പോകുന്നത്. അബ്രഹാം ആ മല കയറുമ്പോൾ ഇതാ ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ നമ്മുടെ കയ്യിൽ തീയും വിറകും കത്തിയുമുണ്ട്, എന്നാൽ എവിടെയാണ് യാഗമൃഗം? എന്നെ കേൾക്കുന്നവരെ അബ്രഹാം വിളിച്ചു പറയാണ്, ദൈവം കരുതിക്കൊള്ളും. ഇതാ മോറിയ മലയുടെ മുകളിൽ ചെന്ന് യാഗപീഠം പണിത് മകന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി യാഗപീഠത്തിന്റെ വെളിയിൽ കിടത്തുമ്പോൾ അബ്രഹാമിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളത് അബ്രഹാം ചിന്തിക്കുന്നത്. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അബ്രഹാം തന്റെ ഗുറയിൽ നിന്ന് കത്തി ഊരി തന്റെ മകന്റെ കഴുത്തിന് നേരെ ആഞ്ഞു വീശാൻ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ സമയം വെളിപ്പെടുകയാണ്, കൃത്യസമയം. ആ കഴുത്തിനും ആ കത്തിയുടെ മുനയുടെ ഇടയിൽ നിന്ന് ദൈവദൂതൻ അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ അരുത്. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന് കൃത്യസമയം, ദൈവത്തിന്റെ തക്ക സമയം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവ് 60 അധ്യായം അതിന്റെ 22 വാക്യം. കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയും ആയിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീർഘമായി നിവർത്തിക്കും. യഹോവയെ ഞാൻ തക്ക സമയത്ത് ശീർഘമായി ഞാനത് നിവർത്തിക്കും. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ തക്ക സമയത്ത് വഴി തുറക്കുന്നവനാണ്, തക്ക സമയത്ത് വിടുതലുകൾ അയക്കുന്നവനാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ചിന്തയിൽ സമയം തെറ്റി എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാലും ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സമയം തെറ്റത്തില്ല പ്രിയരെ. ഒന്ന് ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി സമയം തിരിയാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ഇതാ തുറന്നു വരാൻ പോകുന്നു. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കാറ്റിന് നിങ്ങളെ മുക്കാൻ പറ്റത്തില്ല, ആ തിരമാലയ്ക്ക് നിങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇതാ തക്ക സമയത്ത് അവർ ആ പടകിൽ എഴുന്നേറ്റ് കാറ്റിനെ ശാസിക്കാൻ പോകുന്നു. വലിയ ശാന്തത, വലിയ സമാധാനം ചില കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. വാസ്തവമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ഒരു ദൈവിക വിടുതൽ സംഭവിക്കാൻ പോകുന്നു. മൂന്നാമത്തെ ചിന്ത, മനുഷ്യന്റെ കണക്കൂട്ടലിൽ തെറ്റാം, ദൈവത്തിന്റെ കണക്കൂട്ടലിൽ തെറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട് കാണാം. ഇതാ 3-ാം ദിവസം അവിടെ വീഞ്ഞ് അവസാനിച്ചിരിക്കുകയാണ്. നോർമലി നമുക്കെല്ലാവർക്കും കല്യാണ വീടുകളുടെ അനുഭവങ്ങൾ അറിയാം. അവരെത്ര ജനം വരുമെന്നുള്ളതും അവിടുത്തെ ആ പാചകക്കാരനോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കും. ദിവസങ്ങൾ മാസങ്ങൾ കൊണ്ട് കണക്കൂട്ടിയാണ് അവർ ജനത്തെ ക്ഷണിക്കുകയും ജനത്തിൻ്റെ കണക്കെടുക്കുകയും ചെയ്യുന്നത്. ആ നിലയിൽ നിൽക്കുന്ന കല്യാണത്തിൽ യഹൂദൻ്റെ മതനിയമം അനുസരിച്ച് 7 ദിവസം നീളുന്നതിനകത്ത് 3-ാമത്തെ ദിവസം എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, അവൻ്റെ കണക്കൂട്ടലിൽ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ദൈവം ആ കാനാവിൽ പച്ചവെള്ളം കൊണ്ട് കൃത്യസമയത്ത് വീഞ്ഞിനുളവാക്കി. എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞല്ല, 5 ദിവസം കഴിഞ്ഞല്ല, കൃത്യസമയത്ത് തമ്പുരാൻ ആ വഴി അങ്ങ് തുറന്നു കൊടുക്കുകയാണ്.
കൃത്യസമയത്ത് ഒരു വിടുതൽ നടക്കാൻ പോവുകയാണ്. അസാധാരണമായൊരു ദൈവപ്രവൃത്തി. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇതാ കൃത്യസമയത്ത് നിന്റെ വിടുതൽ നടക്കും. അസാധാരണമായ വലിപ്പം നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകും. അങ്ങനെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഏറ്റുപറയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിനുണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ കണക്കൂട്ടൽ കൃത്യമാകാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടൽ എല്ലാം തീർന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണക്കൂട്ടൽ അത്ഭുതമാകാൻ പോകും. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ കണക്കൂട്ടി പറയാണ്, ഇന്നലെയിൽ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണക്കൂട്ടൽ അവസാനിച്ചു. 4 ദിവസമായി മാറ്റം വെച്ചെന്നാണ് വീണ്ടും മാർത്ത പറയുന്നത്. കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു പറയാണ്, നീ വിശ്വസിച്ചാൽ മഹത്വം കാണും. ദൈവത്തിൻ്റെ വലിയ അത്ഭുതം ഇതാ മാർത്തയും കുടുംബം കാണാൻ പോകുന്നു. ലാസറിനെ കർത്താവ് വിളിച്ചു പുറത്തു കൊണ്ടുവരികയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ തുരുത്തിയിലെ വെള്ളം തീർന്ന ശേഷം ഹല്ലേലൂയ, ഇതാ ഹാഗാർ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചു പോകും, ഇശ്മായേൽ മരിച്ചു പോകും, എൻ്റെ കണക്കൂട്ടലെല്ലാം തീരുകയാണ്. അവൾ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്ന് കരയുമ്പോൾ ഇതാ ഉയരത്തിൽ ദൂതൻ വിളിച്ചു പറയുന്നു, നിന്റെ കണക്കൂട്ടലിൽ തെറ്റാം, പക്ഷെ ദൈവത്തിൻ്റെ കണക്കൂട്ടൽ തെറ്റത്തിൽ ഇതാ ബെർശേബ മരുഭൂമിയിൽ നിന്റെ കണ്ണ് തുറക്കുക, നിനക്കൊരു ഉറവ തുറക്കാൻ പോകുന്നു. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് വഴി തെറ്റാം, ദൈവത്തിൻ്റെ വഴി കൃത്യമാണ്. നിനക്ക് സമയം തെറ്റാം, ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. നിന്റെ കണക്കൂട്ടലിൽ തെറ്റാം, ദൈവത്തിൻ്റെ കണക്കൂട്ടുകൾ കൃത്യമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, നിന്റെ വഴി തെറ്റാം, ദൈവത്തിൻ്റെ വഴി കൃത്യമാണ്. നിന്റെ സമയം തെറ്റാം, ദൈവത്തിൻ്റെ സമയം കൃത്യമാണ്. നിന്റെ കണക്കൂട്ടലിൽ തെറ്റാം, ദൈവത്തിൻ്റെ കണക്കൂട്ടൽ കൃത്യമാണ്. ഒരുമിച്ച് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ചാൽ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പ്രിയരെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. 2021 നടുവിന് വേദനയുണ്ടായി. നടുവിനുണ്ടായിട്ട് ഇംഗ്ലീഷ് മരുന്നും കൊടുത്തു, ആയുർവേദിക്കും കൊടുത്തു, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യേ, റോയി ഫാസ്റ്ററുടെ ചർച്ചിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോൻ അന്ന് നടന്നു വരാൻ ബുദ്ധിമുട്ടായിരുന്നു, സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, കട്ടിലിരുന്ന് തിരിഞ്ഞു കിടക്കാനും എഴുന്നേൽക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിച്ചാണ് അവനെ ടോയ്ലറ്റിൽ പോലും കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് റോയി ഫാസ്റ്ററെ കാണിച്ചു. റോയി ഫാസ്റ്റർ ഒറ്റ പ്രാർത്ഥനയിൽ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കൊടുത്തു. അതിനുശേഷം 3 ദിവസം ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു. അവനിവിടെ വന്ന് വെളിയിൽ റൂം എടുത്ത് താമസിച്ച്, അതിനുശേഷം ഇവിടെ രഞ്ജിത്ത് ഫാസ്റ്റർ റോയ് ഫാസ്റ്ററും പറഞ്ഞു, നിൻ്റെ പുറത്തെ ഒരു പുതപ്പ് വീഴുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ അബുദാബിക്ക് പോകാനുള്ള വിസ എല്ലാം ശരിയായി. 1 വർഷത്തെ കോൺട്രാക്റ്റിലാണ് അവനെ അവിടെ എടുത്തത്. അവരുടെ ഓഫീസിൽ ഓരോ വർഷം കഴിയും തോറും ആളിനെ ചേഞ്ച് ചെയ്താ പോകുന്നത്. എൻ്റെ മകൻ 2021 കഴിഞ്ഞപ്പം പോയതാ 2025 പൂർത്തിയാകാറായി. ഇതുവരെ അവനെ അവിടെ നിന്ന് വിട്ടില്ല. ഈ വർഷവും കോൺട്രാക്റ്റ് തീരാറായി. ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു, മമ്മി എനിക്ക് 98% എന്നെ തന്നെ വെക്കും. ആ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മാസം അവധി ഉണ്ടല്ലേ? 60 ദിവസം ജോലിയും 30 ദിവസം അവധിയാ. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കും. ദൈവം ചെയ്യുന്ന വഴികൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയ്ക്ക് കാലിന് നല്ല വേദനയുണ്ട് കുറച്ച് ദിവസം കൊണ്ട്. അപ്പം ഇപ്പം വന്ന് അമ്മ ആരാധിച്ചിരുന്നു. അപ്പം അമ്മ നല്ലപോലെ ചാടി സ്തുതിച്ച് അമ്മയ്ക്ക് കാലുവേദനയെല്ലാം മാറി. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് അമ്മയ്ക്ക്. അപ്പം അമ്മയ്ക്ക് ആ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം അത് ഞാൻ വന്ന് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. എല്ലാ പാസ്റ്റർമാരെയും കുടുംബത്തിന് ശക്തി ദൈവം കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് ആ മാതാവിന് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് ഈ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പം ദൈവശക്തി തൊട്ടു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അറിയാം, ദൈവശക്തി നിന്നെ തൊട്ടാൽ നീ സൗഖ്യമാവും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ വഴികൾ അടഞ്ഞെടുത്തുന്നു ഒരത്ഭുത വഴി അങ്ങ് തുറക്കാൻ പോകുന്നതിനായി നന്ദി. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത് അങ്ങയുടെ സമയമാണ്. അങ്ങ് അത്ഭുതം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതിനായി നന്ദി. ഞങ്ങളുടെ കണക്കൂട്ടലിൽ തെറ്റിയെടുത്ത് അത്ഭുതകരമായി അങ്ങ് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അത്ഭുതകരമായി ഞങ്ങളുടെ കരം വെളിപ്പെടാൻ പോകുന്നു. പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. ഞങ്ങൾ പൂർണ്ണമായി കർത്താവ്
കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിളിക്കുക, നേരിട്ട് കാണാൻ പറ്റുന്നവർ കാണുക. അത്ഭുതകരമായ വഴികൾ തുറക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഉറപ്പായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വിളിക്കുക. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും വലിയവനായ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.